അപ്പം ഈ നല്ല തലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് സ്വാമി തൃപ്പാദങ്ങൾ പറയുകയാണ്, വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ തലമുറകൾ ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് വരൻ്റെയും വധുവിൻ്റെയും ഉൽപ്പാദന അവയവങ്ങൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ വിവാഹം കഴിപ്പിക്കാൻ പാടുള്ളൂ. 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു പറഞ്ഞതാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നല്ല നക്ഷത്രം, തിഥി ഇതൊക്കെ നോക്കി സിസേറിയൻ ചെയ്ത് ഒരു കുട്ടിയെ വെളിയിലേക്ക് എടുത്താൽ ആ കുട്ടി ഒരു നല്ല കുട്ടി ആയിരിക്കുമോ? അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് അല്ലേ? ഇപ്പോൾ കൂടുതലും നമുക്കറിയാം, ഈ ഹോസ്പിറ്റലിൽ പോയുള്ള ഡെലിവറി ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊക്കെ പ്രസവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അല്ലെങ്കിൽ വേദന അനുഭവിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടും കൂടുതലും സിസേറിയനാണ് നടത്താറുള്ളത്. അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു വൈദികനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ മിക്കവാറും ആളുകൾ വിളിച്ച് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അടുത്ത മാസം മോൾക്ക് ഡെലിവറിയാണ്, അപ്പോൾ അവൾക്കൊരു നല്ല ദിവസം, കുട്ടിയെ വയറ് കയറി പുറത്തേക്ക് എടുക്കാനേ ഒരു നല്ല ദിവസം ഒന്ന് കുറിച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞ് വെളിയിലേക്ക് വന്നാൽ, ഒരു നല്ല നക്ഷത്രത്തിൽ ഒരു കുഞ്ഞിനെ നമ്മൾ സിസേറിയൻ ചെയ്ത് വെളിയിലേക്ക് എടുത്താൽ അതൊരു നല്ല കുട്ടിയായിരിക്കുമോ? ഒരിക്കലും അതൊരു വിവേകജന്യമായ പ്രവൃത്തിയല്ല. കാരണം എന്താണ്? നമ്മളൊക്കെ എല്ലാ ദിവസവും പിണ്ടം നന്ദി ചൊല്ലുന്നവരാണ്. അതിൽ എത്രയോ വ്യക്തമായിട്ട് സ്വാമി നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരു കുഞ്ഞെങ്ങനെ ജനിക്കുന്നു എന്നല്ലേ. രേതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ. അച്ഛൻ്റെ അമ്മയുടെയും അണ്ടബീജ സംയോഗത്തിലേക്ക് ഈശ്വരൻ്റെ ചൈതന്യം പ്രവേശിക്കുമ്പോഴാണ് ഒരു ശരീരമുണ്ടാകുന്നതെന്ന് ഗുരു നമുക്ക് പച്ച മലയാളത്തിൽ പഠിപ്പിച്ചു തന്നു അല്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴാണ്? ഈ രേതോ രക്തസംഘാതത്തിനുള്ളിലേക്ക് ഈ നാദം തിരളുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു. അതായത് അമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതിന് 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ആരോഗ്യമുള്ളൊരു സ്ത്രീയുടെ ഗർഭകാലഘട്ടം അത്രയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിന് മുൻപ് തന്നെ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നക്ഷത്രവും തിഥിയും ഒക്കെ നോക്കുന്നെങ്കിൽ എപ്പം നോക്കണമെന്ന് ശ്രീനാരായണ ധർമ്മം 8ാം സർഗത്തിൽ പഠിപ്പിക്കും ഗുരു. അവിടെ ഗുരു എടുത്തു പറയുന്നു, പല ചേച്ചിമാർക്കും അമ്മമാർക്കും ഒക്കെ ഉള്ളൊരു സംശയമാണ്, ഋതുമതിയായാൽ എത്ര ദിവസത്തിന് ശേഷം ക്ഷേത്രത്തിൽ പോവുക. അപ്പോൾ പലരോടും നമ്മൾ ചോദിച്ച് നടക്കും. നമ്മുടെ അമ്പലത്തിൽ ശാന്തിയുണ്ട്, ശാന്തിയോട് ചോദിക്കും, ശാന്തി എനിക്ക് എത്ര ദിവസം കഴിഞ്ഞ് കയറാം. പിന്നെ അടുത്ത വീട്ടിൽ രാമായണം വായിക്കുന്ന ചേച്ചിയുണ്ട്, രാമായണം ഭാഗവതം വായിക്കാൻ പോകുന്ന ചേച്ചിയുണ്ട്, ചേച്ചിയോട് ചോദിക്കും, ചേച്ചി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഗ്രന്ഥം എടുത്തിട്ട് നോക്കിയിട്ടുണ്ടോ? ഇതിൽ ശ്രീനാരായണ ഗുരു ഇതേക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന്? എല്ലാ ദിവസവും നാരായണമൂർത്തി പാടുകയും ദൈവദശകം പാടുകയും ചെയ്യുന്നവരാണ് നമ്മൾ അല്ലേ. ശ്രീനാരായണ ഗുരു ഇതേക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഗുരു പറയുന്നു, ആദ്യമായി ഋതുവാകുന്ന ഒരു സ്ത്രീക്ക് 7 ദിവസത്തെ അശുദ്ധിയാണ് ഗുരു കൽപ്പിച്ചിട്ടുള്ളത്. ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, ശ്രീനാരായണ ഗുരുവിന് ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ല, ഗുരു ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഗുരുവിൻ്റെ അമ്പലത്തിലൊക്കെ എങ്ങനെ വേണമെങ്കിലും പോകാം എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട് അല്ലേ. സ്ത്രീ ആദ്യമായി ഋതുവായാൽ അവൾക്ക് 7 ദിവസത്തെ അശുദ്ധിയാണ് സ്വാമി കൽപ്പിച്ചിട്ടുള്ളത്. ഈ 7 ദിവസത്തിന് ശേഷം അവളുടെ കിടപ്പിനും ഇരിപ്പിനും ഉപയോഗിച്ചവയെല്ലാം കഴുകി വൃത്തിയാക്കി പുണ്യാഹം ചെയ്യണമെന്ന് തന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സാഹചര്യമില്ല എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ട് നമ്മൾ കിടക്കുവാനും ഇരിക്കുവാനായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്ന ബെഡ്ഷീറ്റ്, തലയണ കവറ്, അതുപോലെ തന്നെ വീട്ടിൽ സോഫ ഉണ്ടെങ്കിൽ ആ സോഫയുടെ കവറ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വീടൊക്കെ തുടച്ച് കുറച്ച് ഭസ്മം കലക്കിയ വെള്ളം തളിച്ചാലും മതിയാകും എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് പുണ്യാഹം ചെയ്യുന്നത് നല്ലതായിരിക്കും. തുടർന്ന് മാസം തോറും ഋതുവാകുന്ന സ്ത്രീക്ക് 4 ദിവസത്തെ അശുദ്ധിയാണ് ഗുരു കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ചില സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചിലർക്ക് കൂടുതൽ ദിവസം അശുദ്ധി നീണ്ടു നിൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് തന്നെ അറിയാം, നമുക്ക് എത്ര ദിവസം ഈ അശുദ്ധി ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അത്രയും ദിവസം മാത്രം നമ്മളത് പാലിച്ചാൽ മതിയാവും. കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്നവർ മാത്രം. അല്ലാത്തവർക്ക് ഈ 4ാം ദിവസം കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ്. ഗുരു കൽപ്പിക്കുന്നത് 4 ദിവസത്തെ അശുദ്ധിയാണ്. തുടർന്ന് 4 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ സ്ത്രീക്ക് ഗർഭോത്പാദനം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളാകയാൽ അഷ്ടമി, ചതുർദശി, വാവ്, ഗ്രഹണം, അയനസന്ധി, സൂര്യസംക്രമണ കാലം ഇവയെ പർവ്വകാലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ കലണ്ടറിലൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഉത്സവം, അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ കൊടിയേറി ഉത്സവം നടക്കുന്ന ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ
ഞങ്ങൾക്ക് നല്ല ഒരു സന്താനം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അണ്ഡബീജ സംയോഗം നടന്നാൽ തീർച്ചയായും ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കും. ഒരു സൽസന്താനം ജനിക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു എന്ന ഋഷി നമുക്ക് പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന ഒരു മാർഗമാണിത്. പിന്നെ ആ കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം അത് ആരുടെ കയ്യിലായിരിക്കുന്നത്? ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ കയ്യിലാണ്, അല്ലേ? ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒന്നുകിൽ അവൻ്റെ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ അമ്മയായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കുടുംബം എപ്പോഴും നന്നായി നിലനിൽക്കാൻ, ആ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവാൻ, അവരുടെ തലമുറകൾ നന്നായി വരാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഒരു ചെറിയ മന്ത്രം പോലെ 4 വരികൾ കൊണ്ട് ഈ ശ്രീനാരായണ ധർമ്മം നമുക്ക് മനസ്സിലാക്കി തരുന്ന പ്രത്യേകം ഒരു കാര്യം. ഇവിടെ മഹാഗുരു പറയുന്ന ഒരു മന്ത്രമാണ്: അവിഛിന്ന പ്രേമഭാജോ വർത്തതേ യത്ര ദമ്പതി സർവ കല്യാണ സമ്പന്നം കുലം തദതി പാവനം. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് 2 നേരവും വിളക്ക് കൊളുത്തിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? 2 നേരവും നാരായണമൂർത്തി ചൊല്ലിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ 2 നേരം അമ്പലത്തിൽ പോയിട്ട് കാര്യമുണ്ടോ? ഗുരു പറയുകയാണ്, ഒരു കുലം നന്നാവണമെങ്കിൽ, കുടുംബം ഐശ്വര്യമുള്ളതാകണമെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ആ വീട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കും? ഭാര്യയും ഭർത്താവുമായിരിക്കും, അല്ലേ? അവിഛിന്ന പ്രേമഭാജൗ വർത്തതേ യത്ര ദമ്പതി സർവ കല്യാണ സമ്പന്നം കുലം തദതി പാവനം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവിഛിന്നമായ പ്രേമമാണ് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് നിദാനമായിട്ടുള്ള കാര്യം. വീണ്ടും വീണ്ടും ഗുരു എടുത്ത് നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട്. സുഖദുഃഖങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് അനുഭവിക്കേണ്ടതാകുന്നു. പരസ്പരം എന്ത് പ്രശ്നമുണ്ടായാലും സമാധാനപരമായി അത് പറഞ്ഞ് തീർക്കേണ്ടതാകുന്നു. കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് യാതൊരു കാരണവശാലും മാതാപിതാക്കന്മാർ തമ്മിൽ കലഹിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരു അന്തരീക്ഷം ആ കുട്ടി വളരുന്ന സാഹചര്യത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവന് സന്തോഷം കിട്ടുന്ന, സമാധാനം കിട്ടുന്ന മാർഗം തേടി ആ കുട്ടി പോകും. സംശയമുണ്ടോ ആ കാര്യത്തിൽ? പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ മറ്റു രീതിയിലേക്കൊക്കെ ചിന്തിക്കുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മാതാപിതാക്കന്മാർ തമ്മിലുള്ള അനൈക്യം ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവൻ്റെ റോൾ മോഡൽ, അല്ലെങ്കിൽ അവൻ കണ്ട് പഠിക്കുന്നത് അവൻ്റെ മാതാപിതാക്കന്മാരെയാണ്. ഇപ്പോൾ എനിക്ക് ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനോട് ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കില്ല. അത് ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ യൂണിഫോം മാറിയിട്ടാൽ ഉടൻ തന്നെ മുണ്ടാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നു, അച്ഛ വന്നു കഴിയുമ്പോൾ മുണ്ടല്ലേ ഉടുക്കുന്നത്, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ എണീറ്റ് വിളക്ക് കൊളുത്തുന്നത് ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ മൊത്തം ഞങ്ങളുടെ അച്ഛന്മാരാണ്. അതായത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒന്നുകിൽ അവൻ്റെ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ വല്യച്ഛനായിരിക്കും. ഞങ്ങളുടെ ഇവിടെ ഇരിപ്പുണ്ട്, അവരൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലാണെങ്കിലും അവരാണ്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പുരുഷന്മാരാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതി അവൻ കാണുന്നത് കൊണ്ട് ഇപ്പോൾ വെളുപ്പിനെ അലാറം വെച്ച് എണീക്കുന്നു, രാവിലെ വിളക്ക് കൊളുത്തുന്നു, പൂജ ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം. ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു പൂജാരിയായിട്ട് മാറും എന്നാണ് അവൻ്റെ രീതികളൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. എന്നാൽ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എപ്പോഴും അമ്മ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്യാനായിട്ടാണ് ഇഷ്ടം. മുടി പിന്നിയിടുന്നു, അതുപോലെ നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികൾ, പെൺകുട്ടികൾ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഒരു കടയിൽ ചെന്നാൽ കളിപ്പാട്ടമായിട്ട് വാങ്ങുന്നത് കൂടുതലും പാത്രങ്ങളൊക്കെയാണ്. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗ പോലുള്ള സാധനങ്ങൾ അതൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പാചകം ചെയ്യാൻ അമ്മ എന്ത് ചെയ്യുന്നോ അതൊക്കെ ചെയ്യാനാണ് ആ കുട്ടിക്ക് ഇഷ്ടം. ഇതെല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെയാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ എന്താണോ ചെയ്യുന്നത് അത് നോക്കിയാണ് ആ കുട്ടി ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 5 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവ രൂപീകരണം നടക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നല്ല ചിത്രങ്ങൾ കാട്ടിക്കൊടുത്തും മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുത്തും ആ കുഞ്ഞിനെ 5 വയസ്സ് വരെ ദേവനെ പോലെ മാതാപിതാക്കന്മാർ പരിപാലിക്കണം എന്ന് പറയും.
ആ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് യാതൊരു കാരണവശാലും മാതാപിതാക്കന്മാർ കലഹിക്കാൻ പാടുള്ളതല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരസ്പരം സമാധാനത്തോടു കൂടി ചർച്ച ചെയ്ത് അത് പരിഹരിക്കാൻ മാതാപിതാക്കന്മാർ ശ്രമിച്ചാൽ, അങ്ങനെ ദമ്പതിമാർ തമ്മിൽ ഒരു ഐക്യം ഒരു വീട്ടിലുണ്ടായാൽ തീർച്ചയായും ആ കുടുംബത്ത് ഐശ്വര്യമുണ്ടാവും. കുലം തതതി പാവനം, അവൻ്റെ കുലം എന്നും പരിപാവനമായി നിലനിൽക്കും എന്ന് സ്വാമി തൃപാദങ്ങൾ പഠിപ്പിക്കുന്നു.